ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെ ടി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെ ടി യുവിൻ്റെ ഫിഫ്ത്ത് അദാലത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ജനറൽ കംപ്ലയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ആദ്യം എൽ പി ഗ്രേഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരിയധികം കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, എൽ പി ഗ്രേഡ് ഇംപ്ലിമെൻറ്റ് ആകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഇത് ലോ പാസ് ഗ്രേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ പോർട്ടലിനകത്ത് അവർ കൊണ്ടുവരുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ മുൻപേ എഴുതിയിട്ടുള്ള, അതായത് നിങ്ങൾ ജനുവരിയിലൊക്കെ എഴുതിയിട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് 40 കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എൽ പി ഗ്രേഡിൽ പാസ്സാകാൻ പറ്റുന്നതാണ്. അല്ലാതെ ജൂലൈ എക്സാം അങ്ങനെയൊന്നുമില്ല. നേരത്തെ എഴുതിയിട്ടുള്ളതിലും എൽ പി ബാധകമാണെന്നാണ് ഇന്നും യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2015 സ്കീമിൽ എങ്ങനെയാണ് എൽ പി ബാധകമാകുന്നതെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ അദാലത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 2015 സ്കീമിൽ ഇൻറ്റേണൽ മിനിമം ഉണ്ടായിരുന്നു. ആ കേസിലും നിങ്ങൾക്കിപ്പോൾ പാസ് മാർക്ക് 45 ആണെങ്കിൽ പോലും നിങ്ങൾ 100-ൽ 40 മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ പി ഗ്രേഡ് തന്ന് നിങ്ങൾക്കും പാസ്സായി പോകാമെന്നാണ് യൂണിവേഴ്സിറ്റി ഇന്നത്തെ അദാലത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇനി പുറകെ വരുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത് സെൻറ്റർ ചേഞ്ച് ഓപ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ അദാലത്ത് മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് സെൻറ്റർ ചേഞ്ച് ഓപ്ഷനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ അദാലത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് സെൻറ്റർ ചേഞ്ച് ഓപ്ഷൻ ആണെങ്കിൽ ഉടനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചേക്കാവുന്ന കൂടി അവർ പറയുന്നുണ്ട്. അടുത്തത് നോക്കാം. അടുത്തതിനകത്ത് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സ്കീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കോളേജിലെ എന്തെങ്കിലും ഡിജിറ്റൽ ലൈബ്രറി അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് അതിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഭാവിയിലത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡിജിറ്റൽ ലൈബ്രറി അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ടുവരാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഉടനെയൊന്നും ആകില്ല. പിന്നെ അടുത്തത് എക്സാം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എക്സാം കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പലർക്കും ജോലിക്കാണെങ്കിലും അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവർക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് എക്സാമിന് ഒരു മാറ്റവും ഇല്ല. എക്സാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ കലണ്ടർ പ്രകാരം നടത്തപ്പെടുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പറഞ്ഞത് മിനിമം ക്രെഡിറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതായത് അടുത്ത അക്കാഡമിക് ഇയറിൽ മിനിമം ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് S5 കയറുന്ന വിദ്യാർത്ഥികൾക്ക് S1 to S2 നിന്ന് 21 ക്രെഡിറ്റും അതുപോലെ S7 കയറുന്ന വിദ്യാർത്ഥികൾക്ക് S1 to S4 നിന്ന് 47 ക്രെഡിറ്റും വേണമെന്നാണ് ഇന്നത്തെ അദാലത്തിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ മെയ് ജൂണിൽ എഴുതുന്ന പരീക്ഷകളിൽ കിട്ടുന്ന ക്രെഡിറ്റ് കണക്കാക്കത്തില്ല, അതിന് മുന്നേ തന്നെ ഇയർ ബാക്ക് ആക്കുമെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുക, 2015 സ്കീമിൽ നമ്മൾ ഈവൻ സെമ്മിൽ എഴുതുന്ന സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് കൂടി പരിഗണിച്ചിട്ടായിരുന്നു ഇയർ ബാക്ക് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് ഒരു പ്രതിഷേധം അങ്ങനെ ഉള്ളതൊന്നും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇപ്പം തന്നെ ഇതൊക്കെ ഇപ്പോഴേ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അറിയാത്ത ഒത്തിരി പേരുണ്ട്. അവരൊക്കെ മിനിമം ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്ന് പോലും അറിയാത്ത കുറേ പേരുണ്ട്. അവരിലേക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുക. ഞാൻ ഇത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ തേർഡ് ഇയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇയർ ബാക്ക് ഒഴിവാക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയോട് പറയാം. അപ്പോൾ അതിനകത്ത് തേർഡ് ഇയേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നെന്നും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലൊക്കെ സപ്ലിമെൻ്ററി ചാൻസുകളുടെ എണ്ണം കുറവായിരുന്നെന്നൊക്കെ പറയാം. പിന്നെ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു എന്തെങ്കിലും ക്രെഡിറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് കോളേജ് തലത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു വിവരങ്ങളും നൽകിയിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ പലർക്കും അറിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഇൻഡക്ഷൻ പ്രോഗ്രാമിനകത്ത് ഈ മിനിമം ക്രെഡിറ്റ് സിസ്റ്റമൊക്കെ അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും ഇത് അറിയുന്നില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈ മെയ് ജൂൺ പരീക്ഷയുടെ റിസൾട്ട് കൂടി കൺസിഡർ ചെയ്യണം. 15 സ്കീമിൽ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഓർഡർ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. ഓക്കെ, ഇനി പ്രോഗ്രാം ഡ്യൂറേഷൻ എക്സ്റ്റൻഷൻ, അതായത് 2015 സ്കീമിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ കോഴ്സ് എക്സ്റ്റൻഷൻ ഇപ്പോൾ 2024 ഓഗസ്റ്റിൽ തീരുവാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും എക്സ്റ്റൻഷൻ കിട്ടുമോ എന്ന് യൂണിവേഴ്സിറ്റിയോട് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അതായത്
ഇപ്പോൾ 2024 ഓഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷവും ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സപ്ലിമെൻ്ററി പിന്നെയും കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാം കൂടി 2024 ഡിസംബറിലേക്ക് അവർ നടത്തിയേക്കും. ഇപ്പോൾ PGയുടെ ഒക്കെ ഇപ്പോഴും ഇന്നും അദാലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് PG ഏതോ ഒരു കോഴ്സിന് ഈ വരുന്ന ഡിസംബറിൽ ഫൈനലായിട്ടുള്ള ചാൻസ് എന്നുള്ള രീതിയിൽ ഒരു മേഴ്സി എക്സാം പോലെ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2015 സ്കീമിന് ഒരു എക്സാം പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ അതിന് മുന്നേ തന്നെ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ മെയ് ജൂൺ പരീക്ഷയിൽ ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അടുത്തായിട്ട് എല്ലാവരും പറഞ്ഞത് സെം വളരെ കുറവാണ്, സെം കുറച്ച് വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഒത്തിരി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് 72 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മിനിമം 72 വർക്കിംഗ് ഡേയ്സ് എങ്കിലും കിട്ടുന്നുണ്ട്. അതിനുശേഷമാണ് അവർ എക്സാം നടത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വെക്കേഷനൊക്കെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ അവർ മാക്സിമം ഈ ഓരോ കാര്യങ്ങൾ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് ഓഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് ഓഡിൻ്റെ പരീക്ഷ വരുന്നത്. അതിനുശേഷം ഈവൻ്റെ ക്ലാസ്സൊക്കെ നമുക്കൊരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുമായിരുന്നു. അതിനുശേഷം മെയ് ആദ്യ ആഴ്ചയിൽ നിങ്ങളുടെ ഈവൻ്റെ എക്സാം വന്നു കഴിഞ്ഞാൽ മെയ് പകുതിയോടുകൂടി തീർന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അവധിയായിരുന്നു. പക്ഷേ കോവിഡ് വന്നാണ് ഈ സംഭവങ്ങളെല്ലാം മാറിയത്. അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് ഇതെല്ലാം പഴയ പോലെ ആകുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ വെക്കേഷൻ്റെ കാര്യം അവർ കഴിഞ്ഞ അദാലത്തിൽ പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വന്നേക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പരീക്ഷയുടെ ടൈം ടേബിളുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 15 വരെയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ എക്സാം ഫുള്ളായിട്ട് തീരുന്നത്. അതായത് റെഗുലർ എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ അവധി എന്ന് വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവധി എന്ന് പറയുന്നത് കഴിഞ്ഞ അദാലത്തിൽ അവരൊരു ചാർട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു അക്കാഡമിക് കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അക്കാഡമിക് കലണ്ടർ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്ന ഡേറ്റിൽ ചെറിയ വ്യത്യാസമാണ് അടുത്ത അക്കാഡമിക് ഇയർ. അതായത് 20-22 ആ ഒരു സമയത്ത് എന്തോ ആണ് അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജൂലൈ 4, ജൂലൈ 10 ആ സമയത്ത് എന്തോ ആണ് നിങ്ങളുടെ S4-ൻ്റെയും S6-ൻ്റെയൊക്കെ ലാബ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാബ് എക്സാം വരുന്നുണ്ട്. എന്നാലും ഒരു 30 ദിവസത്തോളം അവധി വന്നേക്കാം. ഇനി ഇതിനകത്ത് കൂടുതലായിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല, ഇന്നത്തെ അദാലത്തിനും പറഞ്ഞിട്ടില്ല, എത്ര ദിവസം അവധി കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള അക്കാഡമിക് കലണ്ടർ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് അവർ ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം S1-ൻ്റെയും S3-യുടെയൊക്കെ എക്സാം ജൂൺ 20-21 തീയതിയിലാണ് നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ റീവാലുവേഷൻ ഇടുകയെന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ ഇതേപോലെ റീവാലുവേഷൻ്റെ റിസൾട്ട് ഇടുന്ന ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി S5-ൻ്റെ ആണെങ്കിൽ 24 പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കിപ്പോൾ S7 ഇപ്പോൾ അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങും, അതിൻ്റെയൊക്കെ ജൂണിലേക്കാണ് റീവാലുവേഷൻ്റെ റിസൾട്ട് പറഞ്ഞേക്കുന്നത്. S2 ആണെങ്കിലും S4 ആണെങ്കിലും S6 ആണെങ്കിലും ഈ മാസം പറഞ്ഞിട്ടുണ്ട്, ഈ മാസമല്ല അടുത്ത മാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും എക്സാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സപ്ലൈ ഒക്കെ ഉള്ളവർ ഇപ്പോഴേ പഠിച്ചു വെക്കുക. റീവാലുവേഷൻ്റെ റിസൾട്ട് അപ്പോൾ വരത്തില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് തന്നെ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സപ്ലൈ ഒക്കെ ഉള്ളവർ പഠിച്ചു തുടങ്ങുക. അല്ല റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റീവാലുവേഷൻ്റെ റിസൾട്ട് നോക്കിയിരുന്നിട്ട് ഇനി കാര്യമില്ല. എല്ലാ റീവാലുവേഷൻ്റെ റിസൾട്ടുകളും ജൂണിലേക്കാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അദാലത്തിനകത്ത് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൈനറിൻ്റെ ഓണേഴ്സിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഡിലേ ആണെന്ന് തോന്നുന്നു. അത് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ KTU ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്